ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പോയിന്റ് വരാൻ പോകുന്ന നല്ലൊരു കിടിലൻ ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് ശ്രുതിയുടെ എല്ലാ സ്വഭാവങ്ങളും അങ്ങോട്ട് മനസ്സിലാവുകയാണ് കേട്ടോ. നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ തിരികെ വാങ്ങി, എന്നിട്ട് അതുകൊണ്ട് സ്വന്തം അച്ഛൻ തന്ന പൈസയാണെന്നും പറഞ്ഞ്. എന്നാൽ അക്കാര്യങ്ങളെല്ലാം സച്ചി കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല, സച്ചി തന്നെ നീലിമയെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുൻപിലും നീലിമയെ കൊണ്ടങ്ങ് ആ കാര്യം തുറന്നു പറയിപ്പിക്കുകയാണ്. ഇതെല്ലാം അറിയുന്ന ചന്ദ്രമതിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് തിളയ്ക്കുന്നു. ശ്രുതിയുടെ അടുത്തോട്ട് ചെന്നിട്ട്, എടാ നീ എന്താടാ എൻ്റെ അടുത്ത് പറയാതെ നീ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയത് എന്നെല്ലാം പറഞ്ഞ് ശ്രുതിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ തൻ്റെ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ അപ്പം തന്നെ പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഞാനല്ല, എൻ്റെ അടുത്ത് ശ്രുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതറിയുന്നതും ചന്ദ്ര പിന്നീട് ശ്രുതിയുടെ നേർക്കാണ് തിരിയുന്നത്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരിക്കും. കാരണം ചന്ദ്ര ഇതെല്ലാം അറിഞ്ഞ് അത്രയ്ക്കും ദേഷ്യത്തിലാണല്ലോ നിൽക്കുന്നത്. പിന്നീട് ചന്ദ്ര ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രുതിയെ കാണുന്നതും ഒരൊറ്റ തല്ല് വെച്ച് കൊടുക്കുകയാണ് ചന്ദ്രമതി. ദാ കിടക്കുന്നു ശ്രുതി നിലത്ത്. രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോടായിട്ട്, നീ ഇങ്ങനെ അവളെ തല്ലല്ലേ ചന്ദ്രേ. പക്ഷേ ചന്ദ്രമതി അതൊന്നും കൂസാക്കുന്നില്ല. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയാണ്, നീ എന്താടി എൻ്റെ അടുത്ത് ഇക്കാര്യം പറയാതെ ചെയ്തത്? നീ എന്നെ പറഞ്ഞത് നിനക്ക് മലേഷ്യയിൽ നിന്ന് അയച്ച പൈസ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എന്നിട്ടിപ്പോൾ എൻ്റെ ഭർത്താവ് 10-35 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ റിട്ടയർഡ് പണമല്ലേടി നീ എന്നോട് പോലും പറയാതെ അവന് ബിസിനസ് തുടങ്ങി കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അത് പിന്നെ ആൻറ്റി, ആ സമയത്ത് അത് എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് പൈസ കുറവല്ലേ കിട്ടൂ, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങാനാ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞത്. ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോൾ അത് തിരികെ തരാമെന്നും കരുതിയിരുന്നു. എന്നാൽ ചന്ദ്ര അതൊന്നും വിശ്വസിക്കുന്നില്ല. നിർത്തടി നിന്റെ ന്യായീകരണങ്ങൾ എന്നും പറഞ്ഞ് വീണ്ടും ശ്രുതിയെ തല്ലുകയാണ് ചന്ദ്രമതി. ഇതിനിടയിൽ രവീന്ദ്രൻ, ചന്ദ്ര നീ ഇങ്ങനെ തല്ലല്ലേ എന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ഭ്രാന്തെടുത്ത അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് രവീന്ദ്രനോട് പറയാണ്, രവിയേട്ടാ കൈയെടുക്ക്. ശ്രുതിയാണെങ്കിലും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി എന്നെ മാത്രം ഇങ്ങനെ തല്ലുന്നത്? ഞാൻ മാത്രമാണോ തെറ്റ് ചെയ്തത്? ശ്രുതിയും കൂടെ അറിഞ്ഞിട്ടല്ലേ? പിന്നെ ശ്രുതിയുടെ കാര്യം ആൻറ്റിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഒരു ജോലിക്കും പോകാതെ പാർക്കിൽ പോയി ഇരിക്കാനായിരുന്നു അവന്റെ മെയിൻ പരിപാടി. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെയും ജോലി ചെയ്യാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നില്ല. പല ജോലിക്കും അവൻ പോയി, ഒരു സ്ഥലത്ത് പോലും അവൻ ഉറച്ചു നിന്നിട്ടില്ല. ഇതെല്ലാം ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ ആൻറ്റി? ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാ ഞാൻ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തത്. അവന് ഒരുപാട് ഡിഗ്രി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു തരത്തിലും ഒരു കഴിവും ഇല്ലാത്ത ആളാണ് ശ്രുതി. അങ്ങനെ ഒരാളെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആൻറ്റിക്ക് തോന്നിയിട്ടുണ്ടോ? ആൻറ്റി ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ആൻറ്റിക്കെങ്കിലും അവനെ നല്ല രീതിക്ക് കൊണ്ടു നടന്നൂടായിരുന്നോ? ഇങ്ങനെയെല്ലാം ശ്രുതിയും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട്. നിർത്തടി, ഇതൊക്കെ ചെയ്തു വെച്ചതും പോരാ, എന്നിട്ട് നീ എന്നെ കുറ്റം പറയുന്നു. നീ ആ പൈസയെ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തേനെ. അതിപ്പോ നീ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ മോനെ നിനക്ക് കുറ്റക്കാരനാക്കിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു അല്ലേ? അതൊരിക്കലും നടക്കില്ലടി. മര്യാദയ്ക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് 50 ലക്ഷം രൂപ തിരികെ കൊണ്ടുവന്ന് തരണം. ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ആൻറ്റി ഒരിക്കലെങ്കിലും അവനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവനൊരു ജോലി വേണം, അല്ലെങ്കിൽ അവനൊരു ബിസിനസ് തുടങ്ങിക്കൊടുക്കണം എന്നൊരു ചിന്ത പോലും ആൻറ്റിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ശ്രുതിയോട് നിർത്താൻ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. നീ ഒരുപാട് അങ്ങ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അടിച്ചതിന്റെ കാരണം ഞാൻ പോയിക്കും. കിട്ടിയതും മതിയായില്ലേടി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ആകെ ദേഷ്യത്തിലായിരിക്കും നിൽക്കുന്നത്. ചന്ദ്രയുടെ ഈ കോപം കാണുമ്പോൾ എന്ത് കാര്യത്തിലും മുൻപിൽ നിൽക്കുന്ന വർഷ പോലും ഒന്ന് പുറകോട്ട് നിൽക്കുന്നുണ്ട്. രവിയാണെങ്കിലും ചന്ദ്രയെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചന്ദ്രേ, നീ ഒന്ന് ക്ഷമിക്കടി, സമാധാനത്തിലെല്ലാം സംസാരിക്കാലോ. പിന്നെ അവള് മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ളത്, നിന്റെ മോനും തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ എന്താ ചോദ്യം ചെയ്യാത്തത്? എന്നാൽ ചന്ദ്ര പറയും, എൻ്റെ മോൻ തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് ഒറ്റയ്ക്കൊന്നും ഇതുപോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഇതൊക്കെ നടന്നത്. ഇവള് പറഞ്ഞ് എൻ്റെ മോനെ വശത്താക്കിയതാ. അല്ലെങ്കിൽ ആ പണം എൻ്റെ കയ്യിൽ തന്നെ എൻ്റെ മോൻ കൊണ്ടുവന്ന് തന്നേനെ. ഇവളാണ് എല്ലാത്തിനും കാരണം. ഇവളുടെ സ്വഭാവം ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് ശ്രുതിയെ കുറ്റപ്പെടുത്തുകയാണ് ചന്ദ്രമതി. ആൻറ്റി ഞാൻ പറയുന്നതെന്ന് കേൾക്കാൻ പറഞ്ഞ് ശ്രുതി യാചിക്കുന്നുണ്ടെങ്കിലും ഇനി നീ ഒരക്ഷരം മിണ്ടി പോരുത്, എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടുപോരുത് എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോകുന്നു. ശ്രുതിക്കാണെങ്കിലും വല്ലാണ്ടങ്ങ് ഫീൽ ആവുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ശ്രുതി തന്നെ വല്ലാണ്ട് കൊച്ചാക്കി സംസാരിച്ചു. തനിക്ക് ഒരു കഴിവുമില്ല എന്നൊക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അത് ശ്രുതിയുടെ മനസ്സിൽ ഒരു വേദന തന്നെയായിട്ട് അവശേഷിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രുതിയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് റൂമിലേക്ക് ചെല്ലാൻ തുടങ്ങവേ ചന്ദ്രമതി തടയുന്നുണ്ട് ശ്രുതിയെ. നീ എങ്ങോട്ടാടാ പോകുന്നത്? നീ ഇപ്പൊ തൽക്കാലം അവളുടെ അടുത്തേക്ക് പോകണ്ട, നീ അങ്ങോട്ട് പോകുമെന്നും പറഞ്ഞ് ശ്രുതിയെ മാറ്റി വിടുന്നുണ്ട് ചന്ദ്ര. ശ്രുതി കിച്ചണിലേക്കാണ് പോകുന്നത്.
കിച്ചണിലിരുന്നുകൊണ്ട് ശ്രീകാന്തും വർഷയും രേവതിയും സച്ചിയും ഒക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് സുധിയെക്കുറിച്ചായിരിക്കും വർഷ സംസാരിക്കുന്നുണ്ടാവുക. എന്നാലും ആ സുധിയേട്ടൻ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ശ്രുതി എന്ന് പറയുന്നവർ അതിലും വലിയ സാധനമാണ്. അതേസമയം രേവതി വർഷയോട് പറയുന്നുണ്ട്, വർഷ നീ ഒന്ന് പതുക്കെ പറ, അവരത് കേട്ടാല് അവർക്കത് വലിയ വിഷമമാകും. അപ്പൊ വർഷ പറയും, അതിനെന്താ രേവതി ചേച്ചി, അവര് കേൾക്കണമല്ലോ, അതിനുവേണ്ടി തന്നെയാ ഞാൻ പറയുന്നത്. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ, പിന്നെ ആന്റിയെ ഞാൻ ഇത്ര വയലന്റ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ, അമ്മയുടെ കയ്യിൽ ആ പൈസ കൊടുത്ത് ഏൽപ്പിച്ചില്ലല്ലോ, അത് രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ, അതുകൊണ്ടാണ്. എന്തായാലും സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ആ മരുമകളുടെ സ്വഭാവം അമ്മ തിരിച്ചറിഞ്ഞല്ലോ. ഞാൻ കൊണ്ടുവന്ന മരുമകളാണ് എന്നൊക്കെ പറഞ്ഞ് കൊമ്പത്ത് കയറ്റി വെച്ചിരിക്കുകയല്ലായിരുന്നോ, ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഉടനെ രേവതി പറയും, അതേ സച്ചേട്ടാ, അതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ ആ പൈസ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മ അത് സുധിക്കായിട്ടേ കൊടുക്കുമായിരുന്നുള്ളൂ. പക്ഷെ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ശ്രീകാന്തും അഭിപ്രായം പറയുന്നുണ്ട്, എന്തായാലും സുധിയേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഏട്ടത്തി തന്നെയാണ് ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇത്രയും വലിയൊരു ഷോറൂം ഒക്കെ തുടങ്ങി കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോഴും പാർക്കിൽ തന്നെ ഇരിക്കേണ്ടി വന്നേനെ. അപ്പൊ ഇവരെല്ലാം കൂടി പരസ്പരം സംസാരിക്കുന്നത് നമ്മുടെ സുധി കേൾക്കാൻ ഇടയാവുന്നുണ്ട്. താൻ ഒരു കഴിവുമില്ലാത്തവനാണെന്ന് സുധിക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. അങ്ങനെ അത് ചോദിക്കാനായിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് സുധി. ചന്ദ്ര കാണാതെയൊക്കെയാണ് സുധി പോകുന്നത്. ശ്രുതിയാണെങ്കിൽ ചന്ദ്ര തല്ലിയതിന്റെ ദേഷ്യത്തിലായിരിക്കും ഇരിക്കുന്നത്. ഏതായാലും ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ശ്രുതി നീ ആ ചെയ്ത് ഒട്ടും ശരിയായില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ കൊച്ചാക്കിയിട്ടാണ് സംസാരിച്ചത്. ഓ ഇപ്പൊ അതായോ കാര്യം? ഞാൻ നിന്നെ കൊച്ചാക്കി സംസാരിച്ചെങ്കിലേ അതിനെന്താ കുഴപ്പം? ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടും നിന്റെ അമ്മ എന്നെ തല്ലിയിട്ട് വരെ നീ ഒരക്ഷരം മിണ്ടിയോ? നീ കൂടെ ചേർന്നിട്ടില്ലേ നമ്മൾ ഈ കാര്യം ചെയ്തത്? എന്നിട്ട് നീ ഒരക്ഷരം പറഞ്ഞു അവിടെ വെച്ച്. അപ്പൊ ശ്രുതി പറയും, അമ്മയ്ക്ക് ദേഷ്യം വന്നതേ നീ ആ രീതിയിൽ സംസാരിച്ച കാരണോ? എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് പോട്ടെ, അമ്മയ്ക്ക് ഒരു കഴിവുമില്ല എന്നുള്ള രീതിയിലാ നീ സംസാരിച്ചത്. അതുകൊണ്ടാണ് അമ്മ അത്രയും വയലന്റ് ആവാനും കാരണം. ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങനെ അമ്മയെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ? എന്നെ എത്ര അടിയാണെന്നറിയോ നിന്റെ അമ്മ അടിച്ചത്? ഒരു തവണ നീ തടുത്തോ? എന്താ എന്നെ തല്ലുന്നെന്നെങ്കിലും ചോദിച്ചോ? എന്നിട്ട് നീ ഈ വർത്താനൊന്നും എന്റെ അടുത്ത് പറയരുത്. ഉടനെ ശ്രുതിയും തിരിച്ചു പറയുന്നുണ്ട്, അപ്പൊ നീ എന്റെ അടുത്ത് ചെയ്തുവോ? നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാനൊരു കഴിവുകെട്ടവനാണെന്ന് പറഞ്ഞില്ലേ? ശ്രുതിയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ പറഞ്ഞെങ്കിലേ കണക്കായി പോയി. നിന്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ രീതിയിൽ കലാശിച്ചത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തി നിനക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോ ഈ ചെറിയ കാര്യത്തിന് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? ജോലിക്കാണെന്നും പറഞ്ഞ് പാർക്കിൽ പോയിരുന്ന് ആ സമയത്ത് എല്ലാവരും ചേർന്ന് നിന്നെ നാണം കെടുത്തി. നിന്നെ അവരുടെ മുമ്പിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഒരു ജോലി കണ്ടെത്താമായിരുന്നില്ലേ? അത് നിനക്ക് പറ്റിയില്ലല്ലോ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര വാദിച്ചിട്ടുണ്ട്. സച്ചി നിന്നെ ഓരോ തവണ കുറ്റപ്പെടുത്തുമ്പോഴും നിനക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത് ഞാനാണ് നിന്നേക്കാൾ കൂടുതൽ. പിന്നെ വർഷയുടെ മമ്മി ആ AC റിട്ടേൺ ചെയ്ത സമയത്ത് എന്റെ താലിമാല വിറ്റിട്ടാണ് ഞാൻ അവർക്ക് ആ പൈസ തിരികെ കൊടുത്തത്. അതിന്റെ ഒന്നും ഒരു നന്ദി പോലും നിനക്കില്ലല്ലോ സുധി. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാൻ പോവുക. എന്തിനാ ഞാൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നേ? എന്നെ ഇഷ്ടമല്ലാത്തവരുടെ കൂട്ടത്തില് എനിക്ക് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഇറങ്ങാമെന്നും പറഞ്ഞ് ബാഗും എടുത്ത് ശ്രുതി പടി ഇറങ്ങുന്നുണ്ട്. എങ്കിലും കുറച്ചു നേരം വാതിൽക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ശ്രുതി വിളിക്കുമെന്ന് കരുതിയിട്ട്. ശ്രുതിയാണെങ്കിൽ പോകണ്ടെന്നൊരു വാക്ക് പോലും പറയുന്നില്ല. അതും കൂടെ ആകുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഒന്നും കൂടെ സങ്കടമാവുകയാണ്. അങ്ങനെ അവിടുന്ന് പടിയിറങ്ങി പോവുകയാണ് ശ്രുതി. പിന്നീട് ശ്രുതി നേരെ ചെല്ലുന്നത് തന്റെ അമ്മയുടെ അടുത്തേക്കായിരിക്കും. അവിടെ ചെന്ന് വിമലയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. വിമലയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്രുതിയെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അമ്മയ്ക്ക് മനസ്സിലാവും നിന്റെ സങ്കടം, എന്നാൽ നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. അപ്പൊ ശ്രുതി ചോദിക്കും, ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യാനാ അമ്മേ? ശ്രുതിയുടെ അവസ്ഥ കാണുമ്പോൾ വിമലയ്ക്കാണെങ്കിലും വല്ലാത്ത സങ്കടമുണ്ട്. എങ്കിലും ശ്രുതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് വിമല അടുക്കളയിലോട്ട് പോകാൻ തുടങ്ങുന്നതും ശ്രുതി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട അമ്മേ, അമ്മ എന്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി. എനിക്ക് കുറച്ചു നേരം അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണം. എന്നാൽ വിമല പറയുന്നുണ്ട്, മോൾ ഇങ്ങനെ എടുത്ത് ചാടി അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ദേഷ്യം ഇരട്ടിക്കുകയല്ലേ ചെയ്യുള്ളൂ, മോൾ അവിടെ തന്നെ നിൽക്കണമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും, എങ്ങനെയാ അമ്മേ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്? അവരെല്ലാം എന്നെ കാണുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. എനിക്കത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ ശ്രുതി.